ഹലോ വ്യൂവേഴ്സ്, ഓണത്തെ എത്താറായി. ഓണത്തെ വരവേൽക്കാൻ പൂത്തറയൊരുക്കി പൂക്കളം ഇടാനുള്ള തിരക്കിലാണ് ഞാനും എൻ്റെ ഫാമിലിയും. ഓണം നമ്മൾ മലയാളികളുടെ ഒരു ദേശീയോത്സവം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത് സെലിബ്രേറ്റ് ചെയ്യണം. ഞാനും ഒപ്പവും അച്ഛനും കൂടെ ചേർന്ന് മുറ്റത്ത് പരമ്പരാഗത രീതിയിലുള്ള പൂത്തറ ഒരുക്കുകയാണ്. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ ഇന്ന് ആർക്കും ടൈമില്ല. എന്നാൽ കാലത്തിനൊപ്പം മാറാത്ത ചില മനുഷ്യരും ഉണ്ട് കേട്ടോ ചില കാര്യങ്ങളിൽ. അതുപോലെ തന്നെയാണ് ഞങ്ങളും. ഇങ്ങനെ ഒരുക്കുന്ന തറയിൽ പൂക്കളം ഇടാൻ പ്രത്യേക ഒരു രസം തന്നെയാണ്. അടിയിൽ ടയർ വെച്ച് മണ്ണിട്ട് നികത്തി ലെവലാക്കിയാണ് ഞങ്ങൾ പൂത്തറ ഒരുക്കുന്നത്. അപ്പുതേ ഫൈനൽ മണ്ണുകൊണ്ടുള്ള ടച്ചപ്പിലാണ്. മണ്ണിട്ട് നികത്തിയ പൂത്തറയ്ക്ക് മുകളിലായി കരിയും ചാണകവും കൊണ്ട് നമ്മൾ നന്നായിട്ട് മെഴുകണം. എല്ലാ വർഷവും ഇങ്ങനെ തന്നെ പൂത്തറ ഒരുക്കുന്നത് കൊണ്ട് എനിക്കിതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ. ചാണകവും കരിയെല്ലാം മെഴുകിയ തറയിൽ പൂക്കൾ കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയെ തന്നെയാണ്. അങ്ങനെ ഞാനിത് ചാണകം മെഴുകിക്കൊണ്ടിരിക്കുവാണ്. ഇത് തറയുടെ ചുറ്റും നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യണം, ചാണകം മെഴുകണം. അതിനുശേഷം എന്തായാലും ഒരു ദിവസം ഇത് ഉണങ്ങാൻ വെക്കണം കേട്ടോ. അതിനിടയിൽ കൂടി അച്ഛനും അപ്പവും ബ്രദറും കൂടെ ചേർന്ന് തറ നനയാതിരിക്കാൻ വേണ്ടി മുറ്റത്ത് ഷീറ്റ് കെട്ടുവാണ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചാണകം മെഴുകി കഴിഞ്ഞതിന് ശേഷം കരിയും ചാണകം കൂടി ചേർത്ത് ഞാൻ തറ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ പൂക്കളത്തിന് വേണ്ടി ഇവിടെ പൂത്തറ റെഡിയാണ്. ദിസ് ഈസ് ആദി സ്റ്റോറി ബുക്ക്.